അദ്വൈത് രാവിലെ എഴുന്നേറ്റ് വിഷുക്കണിയെല്ലാം കണ്ട് വിഷുക്കൈ നീട്ടം എല്ലാം വാങ്ങി അത് കഴിഞ്ഞ് ആൾ പതിവ് പോലെ തന്നെ റെഡിയായി ആക്ടിവിറ്റീസ് തുടങ്ങാനായിട്ട്. കാരണം അവരുടെ ബ്രെയിൻ അങ്ങനെയാണ്, എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ പോകണം അവർക്ക്. ആൾ വേഗം സ്കേറ്റിംഗ് ഷൂസൊക്കെ ഇട്ട് സ്കേറ്റിംഗ് പ്രാക്ടീസിന് പോയി അച്ഛൻ്റെ കൂടെ. ഞാൻ ആ സമയത്ത് വേഗം അടുക്കളയിൽ കയറി സദ്യയും പായസമൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ ബാംഗ്ലൂരും നല്ല ചൂടാണ്, ഉച്ചയാവുന്നതോടുകൂടി അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് അദ്വൈത് വന്ന് പതിവ് പോലെ തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇടാനായിട്ട് എടുത്തു പോയി. അതൊക്കെ എന്നും അവൻ വെക്കേഷൻ സമയത്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ആ ഒരു ചിട്ടയായിട്ട് അവൻ എന്നും ചെയ്തോളും. ആ തുണികളെല്ലാം ഇടാനും സോപ്പ് പൗഡർ ഇട്ടത് ഓൺ ചെയ്ത് വെച്ച് പോരാനും ഒക്കെ അവനറിയാം. അപ്പോൾ അവൻ അതെല്ലാം ചെയ്തു. ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇടയ്ക്കൊന്ന് ഫാനിൻ്റെ കാറ്റും കിട്ടുമല്ലോ. അങ്ങനെ വന്ന് അവൻ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് വെച്ച് കുളിക്കാൻ പോയി. കുളിച്ച് വന്ന് അപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവന് പിന്നെ ടൈപ്പിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ അവന് അവിടെ ടൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവിടെ ഇരുന്ന് തന്നെ ചെയ്തോളും. ഒരു 5 സ്റ്റോറി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ തന്നെ ഇരുന്ന് ചെയ്തോളും. അത് തന്നെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ അടുക്കളയിൽ എൻ്റെ കുറേ പണികളൊക്കെ തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയമൊക്കെ അവന് റെസ്റ്റ് എടുത്തോളും. അപ്പോൾ അങ്ങനെ ഇടയിലായിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് വന്ന് എൻ്റെ പണികളും അവൻ്റെ ആക്ടിവിറ്റീസും രണ്ടും നോക്കിക്കൊണ്ടിരുന്നു. ആദ്യം പിന്നെ വെക്കേഷൻ സമയത്ത് അല്ലേ വീട്ടിൽ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അവന് റെസ്റ്റ് കൊടുക്കണം നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അവനെ അധികം പണികൾ ചെയ്യിക്കാൻ പാടില്ല എന്നാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്വൈത് യോഗ ചെയ്യാൻ വന്നു. ഞങ്ങളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അവൻ്റെ തന്നെ വീഡിയോ നോക്കിയിട്ട് അവൻ തന്നെ ചെയ്തോളും. ഞാൻ പിന്നെ ഇടയ്ക്ക് ഫാനിൻ്റെ അടിയിൽ ഇരിക്കാൻ വേണ്ടി അടുക്കളയിൽ നിന്ന് വന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ അവൻ്റെ തന്നെ വീഡിയോ നോക്കി അവൻ ചെയ്യും. അന്ന് ആ വീഡിയോ എടുത്തത് ലോക്ക്ഡൗൺ സമയത്താണ്. ഇപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് ക്ഷമയോട് കൂടിയാണ് അവൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാറ്റൊക്കെ ഇങ്ങനെ നന്നായിട്ട് മടക്കി കറക്റ്റ് ഭംഗിയായിട്ട് ചെയ്യണേ മുമ്പ് എടുക്കണ സ്ഥലത്ത് തന്നെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ആ യോഗ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ട് ജ്വല്ലറി ഉണ്ടാക്കാൻ ചോദിച്ചു. അപ്പോൾ ഒരു കസ്റ്റമൈസ്ഡ് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസൊക്കെ ഞാൻ എടുത്ത് കൊടുത്തു. ആ ഡിസൈൻ എങ്ങനെ വേണമെന്ന് അവർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതുപോലെ ഡിസൈനൊക്കെ ചെയ്ത് പിന്നെ കസ്റ്റമറിന് വീഡിയോ അയച്ചു കൊടുക്കേണ്ടതുകൊണ്ട് ഞാനിവിടെ ഇരുന്ന് വീഡിയോ അയച്ചു. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്യും അവൻ, ആരും കൂടെ ഇരിക്കണ്ട. അപ്പോൾ അതൊക്കെ ഇരുന്ന് അവനതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് കുറച്ച് വിഷു ഫോട്ടോസൊക്കെ എടുക്കാൻ റെഡി ആവണം ഇത് കഴിയുമ്പോൾ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി ഷർട്ട്സൊക്കെ എടുത്തു വെച്ചു. ചൂടായതുകൊണ്ട് അങ്ങനത്തെ ഷർട്ടൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്, അവന് കൂടുതൽ ബുദ്ധിമുട്ടാണ്. എന്നാലും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് അവനതൊക്കെ റെഡിയായി വന്നു. അപ്പോൾ ഈ മാല റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. അപ്പോൾ ഞാൻ താഴെ ഇരുന്ന് എടുക്കാം കണ്ണീരുടെ അടുത്തെന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നിരുന്നു. പിന്നെ ആദ്യം ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൂടി ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ഫോട്ടോസിനൊക്കെ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ഹാപ്പി ആയിരുന്നു, കാരണം അവൻ്റെ ആക്ടിവിറ്റീസ് അതുവരെ എല്ലാം ചെയ്തല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ കാലമൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഒരുവിധം സദ്യ വിളമ്പി. അത് കഴിഞ്ഞ് സദ്യ ഉണ്ണാനും അവന് ഇലയിലിരിക്കാൻ അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ മാത്രം വന്ന് നിന്നതാണ്. അവന് ചോറും സാമ്പാറും മാത്രം മതി. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് അവനും കൊടുത്തു. പിന്നെ പായസം അവന് ഇഷ്ടമാണ്, അമ്പലപ്പുഴ പാൽപ്പായസമാണ് പിള്ളേർക്ക് രണ്ടുപേർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ അതാണ് ഉണ്ടാക്കിയേ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കിടന്നു. അവനും കുറച്ചൊന്ന് മാല എന്തൊക്കെയോ ചെയ്തിട്ട് പിന്നെ അങ്ങനെ കിടന്ന് റെസ്റ്റ് എടുത്തു. കാരണം എനിക്കിപ്പോൾ ഹിസ്റ്ററക്ടമി കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് പിന്നെ അപ്പോഴത്തേക്കും ആദിക്ക് പോകണം. അപ്പോൾ ആദിക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണങ്ങളും ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി എനിക്ക് നല്ലോണം ജോലികളുണ്ടായിരുന്നു ഇന്ന്. അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് വീണ്ടും ആദിക്ക് കൊടുത്തയക്കാനുള്ള ചപ്പാത്തികളൊക്കെ റെഡിയാക്കി ബാക്കിയെല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ പാക്ക് ചെയ്ത് അങ്ങനെ ആദിക്ക് പോകാറായി. അങ്ങനെ അവർ 3 പേരും കൂടി അങ്ങോട്ട് പോയി, വണ്ടിയിലേക്ക് പോയി. അപ്പോഴാണ് ഞാനൊന്നിരിക്കുന്നത്. കാലൊക്കെ നല്ല വേദന, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എന്നാലും ഇരിക്കാൻ പറ്റില്ല. ഇനി എനിക്ക് എൻ്റെ സ്റ്റുഡൻസിന് ക്ലാസ് അയച്ചു കൊടുക്കാനൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അദ്വൈതിൻ്റെ കൂടെ ചെയ്യുന്നത്. ആദിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അദ്വൈതിന് വേണ്ടിയിട്ടാണെങ്കിലും ആരും നിർബന്ധിച്ചിട്ടോ ആർക്കോ വേണ്ടിയൊന്നുമല്ല, സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ ഹസ്ബൻഡും എപ്പോഴും എല്ലാത്തിനും കൂടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഞങ്ങളുടെ വിഷു കുറച്ച് കൂടുതൽ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു സ്പെഷ്യൽ